ഇത് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇപ്പോൾ പണ്ടത് യൂണിവേഴ്സിറ്റി സിറ്റിയുടെ പുറത്തായിരുന്നു. 76-ലാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിൽ കുറേ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ സമയം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-300 കുട്ടികൾ കേരളത്തിലുണ്ടാവും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. കുറേ കോഴ്സുകളുണ്ട്, സയൻസ് തൊട്ട് ഡ്രാമാറ്റിക്സ് തൊട്ട് ഡാൻസ് തൊട്ട് എല്ലാം ഉണ്ട് അവിടെ. വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, വളരെ പേരുകേട്ട യൂണിവേഴ്സിറ്റിയാണ്. അതെ, എന്താണ് സർ അവിടെ സംഭവിക്കുന്നത്? നമസ്കാരം സർ. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്, വലിയ പ്രക്ഷോഭത്തിലാണ്. അവിടെ എങ്ങനെ വിദ്യാർത്ഥികൾ സമരത്തിലിരിക്കുന്നു? ഒപ്പം ഈ കാഞ്ചാഗാച്ചി ബൗലി എന്ന് പറയുന്ന ഒരു വനമേഖലയിൽ എന്ത് സംഭവിക്കും? വനമേഖലയിൽ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ കയ്യേറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. മൃഗങ്ങൾ നാടുകളിലേക്ക് അല്ലെങ്കിൽ അവിടെ കയ്യേറി താമസിച്ച ഏരിയകളിലേക്ക് വരും, ആക്രമിക്കും, മനുഷ്യനെ കൊല്ലും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ആയിരിക്കും ഇനി കേരളത്തിൻ്റെയും അവസ്ഥ എന്ന് നാം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇപ്പോൾ പണ്ടത് യൂണിവേഴ്സിറ്റി സിറ്റിയുടെ പുറത്തായിരുന്നു. 76-ലാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിൽ കുറേ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ സമയം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-300 കുട്ടികൾ കേരളത്തിലുണ്ടാവും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. കുറേ കോഴ്സുകളുണ്ട്, സയൻസ് തൊട്ട് ഡ്രാമാറ്റിക്സ് തൊട്ട് ഡാൻസ് തൊട്ട് എല്ലാം ഉണ്ട് അവിടെ. വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, വളരെ പേരുകേട്ട യൂണിവേഴ്സിറ്റിയാണ്. നമുക്കറിയാം, പണ്ടൊരു രോഹിത് വെമുലയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കേന്ദ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇത് 91-ൽ എൻ്റെ സിസ്റ്റർ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അവിടെ പോവാറുണ്ട്, എൻ്റെ സിസ്റ്റർ ഡ്രോപ്പ് ചെയ്യാൻ പോകാറുണ്ട്. അന്ന് ആ കാലത്ത് ഒറ്റ ബസ്സാണ് ആ സൈഡിൽ പോയിരുന്നത്, ഒറ്റ ബസ്, അത്രയേ ഉള്ളൂ. സരോജിനി നായിഡു, പണ്ടത്തെ വലിയൊരു പോയറ്റസിൻ്റെ വീടുണ്ട് ഹൈദരാബാദ് സിറ്റിയിൽ, അവിടുന്ന് ഒരു ബസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നൊരു കാടായിരുന്നു അത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ സിസ്റ്റർ പറയുന്നത് രാത്രി ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്ത് കടുവയൊക്കെ വന്നിട്ട് ഇവർ ഹോസ്റ്റൽ അടച്ചിടും, 8 മണി കഴിഞ്ഞ് ആരും പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. കുറെ കാലം ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ പക്ഷെ നല്ലൊരു യൂണിവേഴ്സിറ്റിക്കാർ ചെയ്തത് 2300 ഏക്കർ 76-ല് അന്നത്തെ ആന്ധ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടി, ഒരു ചുമര് കെട്ടി. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ ചുമര് കെട്ടിയില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ആര് വേണമെങ്കിൽ വന്ന് നാളെ ഈ സ്ഥലം ഞങ്ങളുടെയാണെന്ന് തന്നെ എടുക്കാൻ പറ്റും. കുറെ കാലം അവിടെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് വേറെ ഒന്ന് ഡെവലപ്മെന്റ് യൂണിവേഴ്സിറ്റി ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വന്ന് ഇപ്പോഴും കുറേ സ്ഥലമുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് കൊടുത്ത 2300 ഏക്കറിൽ 2600 എന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ ആകെയുള്ളത് ഒരു 1000 ഏക്കറിനെക്കാളും കുറച്ച് കൂടുതലാണ്. ഓക്കെ, 1300 ഏക്കേഴ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. ബാക്കി സ്ഥലങ്ങളൊക്കെ ഓരോരോ സമയത്ത് ഓരോ ഗവൺമെന്റ് ഓരോ ആവശ്യമായി വന്നെടുത്തുകൊണ്ട് പോയി. ഫോർ എക്സാമ്പിൾ, അവിടെ IIIT നമ്മുടെ നാട്ടിലുണ്ടല്ലോ, IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, നോട്ട് IIT അല്ല, IIIT. അതിന് അവർ കുറേ സ്ഥലം കൊടുത്തു. നല്ല കാര്യമാണ്, ബിക്കോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. പിന്നെ ഒരു വലിയ സ്റ്റേഡിയം പണിതു, ഗച്ചിബോലി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കലൂരുള്ള സ്റ്റേഡിയത്തിന് സൈസ് ഉണ്ടാവും. അത് ഇവിടെ വേൾഡ് മിലിറ്ററി ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസും നാഷണൽ ഗെയിംസും നടന്നപ്പോൾ വെച്ചത്. ആ സമയത്ത് എനിക്ക് ഏർലി ഒരു 2010 ആ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മാതിരി അതിന് മുമ്പ് 2005-ലായിരുന്നു. അങ്ങനെ അവര് കുറെ സ്ഥലം പോയി. പിന്നെ ഷൂട്ടിംഗ് റേഞ്ച് വെച്ചു, അതിനും കുറെ സ്ഥലം പോയി. പിന്നെ അവിടെ ഒരു വലിയൊരു സബ്സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തു, അതിന് ഇതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പോയി അവസാനം 1300 ഏക്കർ ബാക്കി കയ്യിലുള്ളൂ. ഈ 1300 ഏക്കറും ഈ സ്ഥലത്തും ഇവർക്ക് എക്സ്പാൻഷന് വേണ്ടി തൊട്ടടുത്തൊരു 400 ഏക്കർ ഈ പറഞ്ഞ കാഞ്ചാഗച്ചിബോലി എന്ന ഏരിയ. കാഞ്ച തന്നെ തെലുങ്കിൽ അത് ഒരു ഈ പശുക്കളും ആടുകളൊക്കെ മേയുന്ന സ്ഥലമാണ്. കാടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഹൈദരാബാദിൽ സിറ്റിയുടെ നടുക്കിൽ കാട് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, KBR നാഷണൽ പാർക്ക്, സിറ്റിയുടെ റൈറ്റ് ജൂബിലി ഹിൽസിലാണ്. അതൊരു ലങ് സ്പേസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാ മരങ്ങളും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരിങ്കല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ശ്വാസം എടുക്കാനും അതിലും ഇതിനും പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി 400 ഏക്കർ കുറെ കാലമായിട്ട് ഡിസ്പ്യൂട്ടിൽ കിടക്കുക. ഇത് ഈ 400 ഏക്കറും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ സ്ഥലമായിരുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത് പണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ കാലത്ത് IMG ഭാരത് എന്നൊരു കമ്പനിക്ക് കൊടുത്തു. അത് സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനിയായിരുന്നു. അവർ ഈ ഗച്ചിബോലി സ്റ്റേഡിയത്തിന് കൂടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, ഔട്ട്ഡോർ സ്റ്റേഡിയം ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഷൂട്ടിംഗ് റേഞ്ച്, അതിനൊരു സ്പോർട്സ് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് IMG ഭാരത് എന്ന കമ്പനിക്ക് കൊടുത്തു. പക്ഷെ ആ കമ്പനി അത് കഴിഞ്ഞപ്പോൾ അവർ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല, അവരിൽ കാശുണ്ടായിരുന്നില്ല. അവർക്ക് വേറെ കുറെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് രാജശേഖർ റെഡ്ഡി അന്നത്തെ പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് ആ സ്ഥലം തിരിച്ചെടുത്തപ്പോൾ ഈ IMG ഭാരത് പിന്നെ കോടതിയിൽ പോയി. ആദ്യം
അന്നത്തെ ആന്ധ്ര ഹൈക്കോടതി, പിന്നെ അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയി. അവസാനം സുപ്രീം കോടതി ഒരു കൊല്ലം മുമ്പ് ഈ സ്ഥലം തെലങ്കാന ഗവൺമെന്റ് ആണെന്നാണ് തിരിച്ചു കൊടുത്തു. കറക്റ്റാണ്, തെലങ്കാന ഗവൺമെന്റ് ആണ്. ബിക്കോസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ സ്ഥലം വിൽക്കുന്നത് തെലങ്കാന ഗവൺമെന്റ് ആണ് ബൈ ഡീഫോൾട്ട്. അത് വെച്ചിട്ട് ഇത് അവരുടെ സ്ഥലമാണെന്നില്ല. അപ്പോൾ റേവന്ത് റെഡ്ഡിക്ക് കാശില്ലാത്ത കണ്ടീഷൻ വന്നപ്പോൾ രാത്രിക്ക് രാത്രി ഒരു 4-5 ദിവസം ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഈ ലോങ് വീക്കെൻഡ് എടുത്തിട്ട് കുറേ ഒരു 70 ബുൾഡോസറും JCBയും ഉപയോഗിച്ച് 100 ഏക്കർ സ്ഥലം അടിച്ചു മാറ്റി. കംപ്ലീറ്റ് ആയിട്ട് നികത്തിയാണ്, മരങ്ങളും എല്ലാം. അതിലാണ് അവിടെയുള്ള പക്ഷികളുടെ ശബ്ദവും അവിടെയുള്ള പീകോക്സിന്റെ സൗണ്ടും കുറേ ഈ പറഞ്ഞ മാതിരി ഡിയറുള്ള സ്ഥലമാണ് ഇത്. ഒരു സ്റ്റാഗും ഡിയറും കുറേ അങ്ങനെ വൈൽഡ് അനിമൽസിന്റെ സ്ഥലമാണ്. കുറേ യുണീക്കായിട്ട് പാമ്പുകളുണ്ട് ഈ സ്ഥലത്ത്. ഒരു വലിയ ലേക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതേമാതിരി ഒരു മഷ്റൂം റോക്ക് എന്ന് പറഞ്ഞൊരു കരിങ്കല്ലിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അടിച്ചു മാറ്റാനുള്ള പ്ലാനായിരുന്നു രേവന്ത് റെഡ്ഡി. പക്ഷെ ഈ കുട്ടികൾ, അവിടുത്തെ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തു ആദ്യം. അത് കഴിഞ്ഞപ്പോൾ അത് വലിയൊരു സോഷ്യൽ മീഡിയ ഇവന്റായി. പിന്നെ അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം ഏറ്റെടുത്തു. അത് BRS ആയാലും BJP ആയാലും അവിടുത്തെ ABVPയുടെ സ്റ്റുഡൻസ് യൂണിയനും പിന്നെ ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണിസ്റ്റുകാരുടെ സ്റ്റുഡൻസ് യൂണിയനുണ്ട് SFI. നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികളായാലും യൂണിയൻ ലീഡേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഇതിൻ്റെ പിന്നിൽ വന്ന് ഇത് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി. ഇപ്പോൾ അവസാനം ഇത് ഹൈക്കോടതി പോയി. അത് ഒരു 4 ദിവസം മുമ്പ് തെലങ്കാന ഹൈക്കോടതി പോയപ്പോൾ തെലങ്കാന ഹൈക്കോടതി ഇത് നിർത്തിവെച്ചു. അവിടെ ഒരു മരം വെട്ടാൻ പാടില്ല. പക്ഷെ അവർ റിട്ടേൺ ഓർഡർ കൊടുത്തില്ല, വെർബൽ ഓർഡർ ആയിരുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ട് അത് പിന്നെയും വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ കേസ് എത്തിയത്. സുപ്രീം കോടതി പറഞ്ഞു ഈ പരിപാടി പറ്റില്ല എന്ന്. അന്ന് അവർ നിർത്തിവെച്ചു. രജിസ്ട്രാറെ, തെലങ്കാന ഹൈക്കോടതി രജിസ്ട്രാറെ വിട്ടു. വ്യാഴാഴ്ച ആയിരുന്നുകൊണ്ട് പോയി റിപ്പോർട്ട് തരാൻ പറഞ്ഞു. അതേമാതിരി അന്നത്തെ ദിവസം തന്നെ സ്റ്റേ ഓർഡർ കൊടുത്തു. നെക്സ്റ്റ് ഡേ അത് ഫോർമലൈസ് ചെയ്തു. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. ആന വന്നു, കടുവ വന്നു, ആളെ കൊന്നു എന്നൊക്കെ പറയും. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അതൊക്കെ കാടായിരുന്നു, നമ്മുടെ നാട്ടിലും അതെ. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പോപ്പുലേഷൻ പ്രോബ്ലം ഉണ്ട്. ഡെൻസിറ്റി വളരെ കൂടുതലാണ്, സ്ഥലമില്ല ആൾക്കാർക്ക്. ഒരു റെയിൽവേ ട്രാക്ക് ഈ പറഞ്ഞ മാതിരി ഡബിളിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ട്രിപ്പിളിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ഥലമില്ല. ഒരു എക്സ്പ്രസ് വേ പണിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ഥലമില്ല. അങ്ങനെയാണ്, നമുക്കറിയാം ഓരോ ഇഷ്യൂ ഉണ്ട് അങ്ങനത്തെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്ട്, സ്പെഷ്യലി സിറ്റി ഏരിയയിൽ. ഇത് ഹൈദരാബാദ് സിറ്റിയുടെ നടുക്കിലുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇത്. ഗച്ചിബോലി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്ട് നടത്താൻ ഇപ്പോൾ ഇതിന് യൂണിയൻ ഗവൺമെന്റും ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്കാണ് തിങ്കളാഴ്ച അതുകൊണ്ട് അന്ന് പാർലമെന്റിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഇതിനൊരു ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പറ്റണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു വരാനുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് സ്ഥലം തിരിച്ച് കിട്ടിയെന്നല്ല ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കേണ്ടത്. ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ബിക്കോസ് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ തോന്നുന്നു ശരിയാണ്, നമുക്ക് പ്രോജക്റ്റ് വേണം, നമുക്ക് സ്ഥലം വേണം പ്രോജക്റ്റ് നടത്താൻ. അതേ സമയത്ത് നമ്മൾ നമ്മുടെ എൻവയോൺമെന്റ് നോക്കിയില്ലെങ്കിൽ നാളെ നമുക്ക് തിരിച്ചടിയാവും. അത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മുടെ നാട്ടിൽ അത് വലിയൊരു ഇഷ്യൂ ആണ്, കേരളത്തിൽ. അപ്പൊ ഈ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരു വലിയ ഡിബേറ്റിംഗ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഡെവലപ്മെന്റും വേണം, അതേ സമയത്ത് ഈ പറഞ്ഞ മാതിരി എൻവയോൺമെന്റിനെ നമുക്ക് നോക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാലൻസ് വരാൻ പോകുന്നത്? അതിൽ ഈ പറഞ്ഞ മാതിരി സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു മരം വെട്ടണമെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കണം. കാട്ടിലൊരു മരം വെട്ടണമെങ്കിൽ കമ്മിറ്റി അത് അപ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ റൂൾ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ ആന വന്നു, പുലി വന്നു, കടുവ വന്നു എന്ന് പറയുമ്പോൾ അത് വരാൻ കാരണം എന്താണ് നമ്മൾ ചോദിക്കുന്നത് ആദ്യം. അവരുടെ ഏരിയ ആയിരുന്നു ഇതൊക്കെ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഏരിയകളൊക്കെ ഒരു കാലത്ത് കാടായിരുന്നു. നമ്മൾ കാടിൽ പോയി കാട് വെട്ടി വീട് പണിതു. അവസാനം അവിടെ കടുവ വരും, ബിക്കോസ് കടുവയുടെ സ്ഥലമാണ്. ഈ ആനയുടെ കേസ് എലിഫന്റ് കോറിഡോർ എന്ന് പറയും. അവരൊരു പർട്ടിക്കുലർ റൂട്ടിൽ കൂടെ തന്നെ പോയിട്ടിരിക്കുക എപ്പോഴും. ആ റൂട്ട് മാറ്റില്ല അവർ. അവിടെ പോയി നമ്മൾ വല്ല റോഡ് ഇട്ടു അല്ലെങ്കിൽ വീട് പണിത് കഴിഞ്ഞാൽ ആ വീട് തകർത്ത് പോവും ആന അതേ വഴി കൂടെ. പിന്നെ അവർക്ക് വെള്ളം കുടിക്കേണ്ട, ഒരു സമ്മറിന്റെ സമയത്തായിരിക്കും അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് വെള്ളം കിട്ടും നോക്കി അവർ നടക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹൈദരാബാദിൽ ഈ നടന്ന ഇൻസിഡന്റ് വലിയൊരു ഇഷ്യൂ ആവാൻ പോകുന്നുണ്ട്. ബിക്കോസ് ഇനി ഇവിടുന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി മേ ബി അടുത്ത ആഴ്ച ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് പിന്നെയും ഫ്രെയിം ചെയ്യും. ഒരു മരം വെട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി റോഡ് വൈഡനിങ് ചെയ്യണമെങ്കിലോ പുതിയ ഏരിയ ടേക്ക് ഓവർ ചെയ്യണമെങ്കിലോ കാട് വെട്ടണമെങ്കിലോ അതിന് എന്താണ് മാനദണ്ഡമുള്ളത്, അതിനുള്ള റൂൾസും റെഗുലേഷൻസും പിന്നെ ഒന്നും കൂടി സുപ്രീം കോടതി ആവർത്തിക്കും. അതല്ലെങ്കിലും നിയമത്തിന് മുന്നിൽ എന്ത് നിയമം? വ്യക്തമാണ് സാർ. അത് തന്നെയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു വലിയ പ്രക്ഷോഭം. നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞതാണ് കാട് മൃഗങ്ങളുടെയും നാട് മനുഷ്യന്റെയുമാണെന്ന്. കാട്ടിൽ ചെന്ന് താമസിക്കരുത്, മറ്റ് ആക്ടിവിറ്റികൾ ഇല്ലീഗലായിട്ട് ചെയ്യരുത് എന്നൊക്കെ കോടതി വ്യക്തമാക്കിയതാണ്. പിന്നെയും അവിടെ ചെന്ന് ഇത്തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് തെറ്റാണ്. പക്ഷേ ഈ വിഷയത്തിൽ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു വിഷയം ഇനി അഡ്രസ് ചെയ്യപ്പെടാൻ പോകുന്നത് ഒരു പക്ഷേ കേരളത്തിലായിരിക്കാം.